അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സിനിമകളിൽ ഒന്നിന്ന് റിലീസായി ഗുരുവായൂരമ്പല നടയിൽ. എനിക്കിങ്ങനത്തെ കോമഡി സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് വെറും കോമഡി അല്ലെങ്കിൽ നോൺ സെൻസിക്കൽ കോമഡി സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ലോജിക്കൊന്നും നോക്കാതെ ചുമ്മാ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന സിനിമകൾ. അത്തരത്തിലുള്ള സിനിമയാണ് ഇതെന്നാണ് ഇതിലെ ടീം ആൾക്കാർ പറഞ്ഞതും പിന്നെ ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എന്ന് വെച്ച് 5/5 അല്ലെങ്കിൽ ഈ ഒരു കോമഡി ജോണറിലെ മാസ്റ്റർ പീസ് അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിതിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഉറപ്പായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഭയങ്കര ചിരിച്ച് അവർ ഹാപ്പി ആയിട്ട് ഇറങ്ങത്തുള്ളൂ. സിനിമയുടെ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് ആദ്യത്തെ സീൻ തൊട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 75% വേറെ ലെവലാണ്. ത്രൂ ഔട്ട് കോമഡി, അതും നല്ല കോമഡികൾ അങ്ങനെ പോകുന്നു. ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ബ്രൊമാൻസ്, അവർ തമ്മിലുള്ള ഒരു പരിപാടികളൊക്കെ ഒരു രക്ഷയില്ല. ഹെവി കോമഡി ആയിരുന്നു. സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ കുറച്ച് സീൻസ് ഒരു ഇൻ്റർവെല്ലിനോട് അടുത്തുള്ള പരിപാടിയൊന്നും അത്ര വർക്കായില്ല. പെട്ടെന്ന് കുറച്ചൊന്ന് ഇൻ്റർവെൽ ഇന്ന സ്ഥലത്ത് ഇൻ്റർവെൽ വേണം, അപ്പോൾ അവിടേക്കൊന്ന് എത്താൻ വേണ്ടി കുറച്ചൊന്ന് കുതിക്കുന്ന പോലെ തോന്നുന്നു, ഒരു കാര്യമില്ലാതെ. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ജോമോൻ ജോദറിൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് പൃഥ്വിരാജും ബേസിലും കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം എടുത്തു പറയണമെന്ന് തോന്നുന്നു. പുള്ളി ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സീൻസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന ഒരു നല്ലൊരു ടെമ്പോയിൽ പോകുന്നു. പക്ഷേ അവസാനത്തെ ഒരു അരമണിക്കൂർ കംപ്ലീറ്റ്ലി അതുവരെ വന്ന സിനിമ ഡിസർവ് ചെയ്യുന്ന ഒരു അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് അല്ലായിരുന്നു. ലാസ്റ്റ് ആ ഒരു ഗുരുവായൂരമ്പല നടയിലെത്തി, ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇവർ സെറ്റിട്ട ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞതിൽ ശേഷമുള്ള ആ ഒരു ഭാഗം റൈറ്റിങ്ങിൽ കംപ്ലീറ്റ്ലി പാളി. നമ്മൾ ആ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നു, അല്ലെ എങ്ങനെ ഇത് അവസാനിപ്പിക്കുന്നു, ഇവരെങ്ങനെ ഇത് എല്ലാവരും അറിയുന്നു, അതൊക്കെ ഇപ്പം നമ്മൾ അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഇല്ല. ഇതെല്ലാം സിമ്പിൾ, ഇത് കോമഡിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതും കോമഡിയാണ്, ഈ സസ്പെൻസ് വെച്ചുള്ള കോമഡി, അത് ഇതിലില്ല. പക്ഷേ അതിന് പ്രാധാന്യം കൊടുക്കാതെ സ്ക്രിപ്റ്റ് വളരെ ലൈറ്ററായിട്ട് കാര്യം ചെയ്തപോലെ തോന്നി ആ ഭാഗങ്ങളിൽ. അതും കൂടെ ആയിരുന്നെങ്കിൽ വേറെ ഇപ്പോഴേ ഹിറ്റാവും ഉറപ്പാണ്. ഫാമിലിയൊക്കെ കയറും, വെക്കേഷനാണ്. പക്ഷേ അതും കൂടെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഹിറ്റായി പോയേനെ. പിന്നെ യോഗി ബാബു ഒക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. എനിക്കൊരു കാര്യമുള്ളതായിട്ട് തോന്നിയില്ല. കഥയിലും കാര്യമില്ല. അതുപോലെ തന്നെ പുള്ളി ഭയങ്കര മോശം പെർഫോമൻസുമായിട്ടാണ് തോന്നിയത്. ഒന്നും ചെയ്യാനില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. സീനിയേഴ്സായിട്ടുള്ള കുറേ പേരുണ്ട്, അവരും മറ്റേ എടുത്തു പറയേണ്ട പെർഫോമൻസ് അല്ലെങ്കിൽ പോലും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില വേണു അനശ്വരം കൊള്ളായിരുന്നു. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ മേക്കിംഗ് പരിപാടിയാണ്. അതാണ് ഈ സിനിമയ്ക്ക് വേണ്ടതും. പഴയ സിനിമകളുടെ ഈ ഫൺ സിനിമകളുടെ ഒരു പാറ്റേണാണ്. അത് നന്നായിട്ടുണ്ട്. എനിക്ക് സ്ക്രിപ്റ്റാണ് പ്രശ്നമായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് പോർഷനും പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റത്തെ ഒരു ഫൈനൽ ആക്ടിൻ്റെ ഭാഗമൊക്കെ സ്ക്രിപ്റ്റ് ഒട്ടും വർക്ക് ചെയ്യാവുന്ന പോലെ തോന്നി. കോമഡിയിലും പിന്നെ മേക്കിങ്ങിലും പിടിക്കുക എന്നുള്ള കരുതിയായിരിക്കും. പക്ഷെ അതുകൂടെ സെറ്റായിരുന്നെങ്കിൽ വേറെ ലെവൽ ആയേനെ. അകത്തൊക്കെ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറേ കൂടെ എക്സ്പെക്റ്റ് ചെയ്തു. ആ ഒരു റേഞ്ച് തോന്നിയില്ല. പക്ഷേ ഞാൻ ഒരു ഉറപ്പായിട്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. റിപ്പീറ്റ് വാച്ച് നമ്മൾ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.